ഹലോ എവ്രി വൺ, ഹലോ എവ്രിബഡി. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എല്ലാവരും. ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു ആക്ടിവിറ്റി, കോൺസെൻട്രേഷൻ, ടുഗദർനെസ്, അതൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ്, ആക്ടിവിറ്റി ഓറിയന്റഡ് സ്റ്റഡീസ് ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു സ്പീച്ച് ഒരു അരമണിക്കൂർ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റാണ് ഒരു 2 minutes ആക്ടിവിറ്റി അല്ലെങ്കിൽ 5 minutes ആക്ടിവിറ്റി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അഡൾട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. ചിൻ ക്ലാപ്പ് സ്നാപ്പ് എന്നാണ് ഇതിന്റെ പേര്. ചിൻ സ്നാപ്പ് ക്ലാപ്പ് എന്നും വേണമെങ്കിലും പറയാം. ഓക്കെ, എനിവേ ഫ്രണ്ട്സ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ വളരെ ആക്റ്റീവാണ്. അനിൽ സാമുവൽ എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് കാണാം, ഫോളോ ചെയ്യാം. സോ അതിനകത്തൂടെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, എന്താണ് ചിൻ സ്നാപ്പ് ക്ലാപ്പ്? ഇത്രയേ ഉള്ളൂ. ചിൻ സ്നാപ്പ് ക്ലാപ്പ്, ഇതാണ് 3 ആക്ഷൻ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമാണ് കുഞ്ഞുങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ബേസിക് റിതം ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം ഒരു 2 എണ്ണം വരുന്നത് പറയണം, പിന്നെ അത് കൂട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇത് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ്. ലീഡർ എന്ത് പറയുന്നു അതാണ് കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത്. ലീഡർ ചെയ്യുന്നതായിരിക്കരുത് ചെയ്യേണ്ടത്. ലീഡർ എന്ത് പറയുന്നു അത് കുഞ്ഞുങ്ങൾ ചെയ്യണം. അപ്പൊ പറയുന്നത് ശ്രദ്ധിക്കുക. ഓഡിറ്ററി ലേണേഴ്സിനെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇങ്ങനെ തുടങ്ങുക. ക്ലാപ്പ് സ്നാപ്പ് ചിൻ. കുഞ്ഞുങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുന്നു. ക്ലാപ്പ് സ്നാപ്പ് ചിൻ. വീണ്ടും നമുക്ക് തുടങ്ങാം. ചിൻ ക്ലാപ്പ് സ്നാപ്പ്, സ്നാപ്പ് ക്ലാപ്പ് ചിൻ, ചിൻ ചിൻ ക്ലാപ്പ് സ്നാപ്പ്, ചിൻ സ്നാപ്പ് ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. സോ നമ്മുടെ വാ പറയുന്നതായിരിക്കും ചിലപ്പോൾ ലീഡർ ചെയ്യുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ സോ അത് അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കുക. എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങളെ ആക്ടിവിറ്റി തെറ്റുവാണെങ്കിൽ അവരവിടെ ഇരുന്നോട്ടെ. ഓക്കെ, റൈറ്റ്. ആദ്യം 2 എണ്ണം ചെയ്യുക. ചിൻ ചിൻ ക്ലാപ്പ്. അപ്പൊ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് ചിൻ ക്ലാപ്പ് എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ചിൻ ക്ലാപ്പ് സ്നാപ്പ്, ചിൻ ക്ലാപ്പ് സ്നാപ്പ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യും. ഓക്കെ, സ്നാപ്പ് ചിൻ ക്ലാപ്പ് ചിൻ സ്നാപ്പ്. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പ്രോംപ്റ്റ് ചെയ്യുക. ആദ്യം 2 എണ്ണം ചെയ്യുക, പിന്നെ 3 എണ്ണം ചെയ്യുക, പിന്നെ 4 എണ്ണം ചെയ്യുക, പിന്നെ ഒരു 6 എണ്ണം ചെയ്യുക. ഒരുമിച്ച് അവർക്ക് ശ്രദ്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. റെഡി? അപ്പൊ നിങ്ങൾ എന്നോട് ചെയ്തു. ഞാൻ പറയുന്നത് ചെയ്യാവൂ, ചെയ്യുന്നത് ചെയ്യല്ലേ. ഓക്കെ, റൈറ്റ്. തുടങ്ങുന്നു. ക്ലാപ്പ് സ്നാപ്പ് ചിൻ, ചിൻ ക്ലാപ്പ് സ്നാപ്പ്, സ്നാപ്പ് ക്ലാപ്പ് 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 ചിൻ, ചിൻ സ്നാപ്പ് ക്ലാപ്പ് ക്ലാപ്പ് ചിൻ ക്ലാപ്പ്, സ്നാപ്പ് ചിൻ ചിൻ ക്ലാപ്പ് ചിൻ, ചിൻ സ്നാപ്പ് ക്ലാപ്പ് ചിൻ ക്ലാപ്പ് സ്നാപ്പ്, ക്ലാപ്പ് ക്ലാപ്പ് ചിൻ സ്നാപ്പ് ക്ലാപ്പ്, ചിൻ ചിൻ ക്ലാപ്പ് ക്ലാപ്പ് ചിൻ ചിൻ ക്ലാപ്പ് ക്ലാപ്പ് ചിൻ ക്ലാപ്പ് ചിൻ, ചിൻ ചിൻ ക്ലാപ്പ് ക്ലാപ്പ് ചിൻ ക്ലാപ്പ് ചിൻ ചിൻ ക്ലാപ്പ് ക്ലാപ്പ് ചിൻ. റൈറ്റ്. ചിലർക്ക് എപ്പോഴേ തെറ്റി, ചിലർ തെറ്റിച്ചില്ല. എനിവേ, ഏത് രീതിയിലായാലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. ഒരുപോലെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്വീറ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചെയ്യുമ്പോൾ
അതിന് ടുഗദർനെസ്സിൻ്റെ സ്വീറ്റ്നെസ്സും ഉണ്ട്. എന്നാൽ പ്രോപ്പർലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ ഹാബിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ സൺഡേ സ്കൂളുകളിലോ ക്ലാസ്സുകളിലോ സ്കൂളുകളിലോ ഒക്കെ ഈ ആക്ടിവിറ്റി ചെയ്ത് കുഞ്ഞുങ്ങളെ റെഗുലറായിട്ട് ചെയ്യിപ്പിക്കുക. അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്ത് തീർച്ചയായിട്ടും അവർ നന്നായിട്ട് വളരട്ടെ, പഠിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. ഇനി താങ്ക് യു വെരി മച്ച് ഈ മനോഹരമായ ആക്ടിവിറ്റി നിങ്ങൾ കണ്ടത്. സന്തോഷം. ബൈ.